Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള ബനാന കൊണ്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അത് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇതിലെ നമ്മളുടെ കൊഴുക്കട്ടൻ്റെ മെത്തേഡിലാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത്. നല്ല പൂവ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണിത്. ഇതിനു വേണ്ടിയിട്ട് നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം കേട്ടോ. നേന്ത്രപ്പഴം അത് ഒരു 3 നല്ല അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഒരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. അത് ആ ടൈമിൽ നമുക്ക് ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നല്ല ഗീ ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ കൊഴുക്കട്ട പോലത്തെ ഈ സ്നാക്കിന് ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കാഷ്നട്ടും കിസ്മിസുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. അതിനുശേഷം ഒരു 2 കപ്പ് തേങ്ങ ഞാൻ മുഴുവനായിട്ടും നല്ല ഫ്രഷ് തേങ്ങയല്ല ചിരവേത് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ കാഷ്നട്ടും അതുപോലെ തന്നെ റൈസിൻസും നല്ല പോലെ ഒന്ന് വഴണ്ട് വന്നാൽ മതി. അതിന് ശേഷമാണ് തേങ്ങ ചെറുവേത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ലേ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശർക്കര പൊടിയാണ് കേട്ടോ. ശർക്കര പൊടി നമ്മളുടെ കയ്യിലില്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ശർക്കരനെ ഉരുക്കിയതിന് ശേഷം അതിലത്തെ കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അരച്ച് കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇത് ഞാൻ നോർമലായിട്ട് യൂസ് ചെയ്യുന്നുള്ള ശർക്കര പൊടി ആയതുകൊണ്ട് അതിലങ്ങനെ കല്ലും പൊടിയൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്കപ്പൊടിയാണ് കേട്ടോ. ഏലക്കപ്പൊടി ഒരു 1/2 ടീസ്പൂണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ഫില്ലിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നുള്ളത്. ഇത് നൈസ് പത്തിരിയുടെ പൊടിയിൽ പച്ചരിപ്പൊടി പത്തിരിപ്പൊടി അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റി ആവശ്യമുള്ളതുകൊണ്ടാണ്. അല്ലാത്തവർ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ 1 കപ്പ് ഉണ്ടാക്കിയാൽ മതി. നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നോർമല് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പത്തിരിപ്പൊടി വാട്ടിയെടുക്കാറില്ലേ അതാണ് കേട്ടോ ഈ പ്രൊസീജിയർ. അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ ഡയറക്റ്റായിട്ട് പഴത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഉറപ്പായിട്ട് ഹാർഡായിട്ട് ഉണ്ടാവും തണുത്ത് വരുമ്പോൾ ആ സ്നാക്ക്. അപ്പോൾ ഇതാ പഴവും നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാവ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ മാവിലേക്ക് ഈ പഴത്തിൻ്റെ ഞാറൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല പോലെ ഉടച്ചെടുത്തിട്ടായിട്ട് നമുക്ക് ഈ പത്തിരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ക്യുമിൻ സീഡിലെ നല്ല ജീരകം അതാണ് കേട്ടോ. അത് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ഓരോ ബൈറ്റ്സ് കടിക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഗീ കൂടി ഞാൻ ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നല്ല പോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പിന് മേലെയായിട്ട് ഉണ്ടാവും ഈ തേങ്ങ. അതും ഫ്രഷ് തേങ്ങ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴത്തേന് അതൊരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ കൊഴുക്കട്ടയ്ക്ക് കിട്ടുന്നുള്ളത്. ഈ സ്നാക്കിന് ഈ ബനാന കൊണ്ടുണ്ടാക്കിയ പഴുത്ത പഴം ആരെടുത്തുണ്ടെങ്കിലും ഇനി കളയൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് നോക്ക്, ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവർക്കും. ഇതാ നമ്മൾ ആദ്യം കയ്യിലേക്ക് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം തടവി കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ടിട്ട് നമുക്ക് ഓരോ ബോൾസാക്കി ഇങ്ങനെ എടുത്തിട്ടായിട്ട് ഇതിൻ്റെ നടുവിലേക്ക് ഫില്ലിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ബോളാക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഈ പ്രൊസീജിയറൊക്കെ ഒരുപാട് പേർക്കും എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ആദ്യമായിട്ട് കാണുന്ന ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കാണിച്ചു തരുന്നുള്ളത്. ഇതുപോലെ ഞാൻ 1 ടീസ്പൂണ് ഫുള്ളായിട്ട് ഫില്ലിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടായിട്ട് നമുക്ക് ഇതിനെ ഇതുപോലെ അടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബോളാക്കിയിട്ട് എവിടെയും വിട്ടു പോകാത്ത പാകത്തിലായിട്ട് നമുക്ക് ഇതിനെ ബോൾസാക്കിയിട്ട് എടുക്കണം. എന്നാൽ അത് പെർഫെക്റ്റായിട്ട് നമുക്ക് ഇത് വെന്ത് വരുന്ന സമയത്തൊന്നും പൊട്ടിയിട്ടൊന്നും പോകുന്നില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും.
ഈ മാവ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൊഴുക്കട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇത് ഈ കൊഴുക്കട്ട എന്ന് വെച്ചിട്ട് മാത്രമല്ല, നമ്മൾ ഏത് കൊഴുക്കട്ട ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും അതിൻ്റെ മാവ് പെർഫെക്റ്റ് ആയിരിക്കണം. ഇതാ ഞാൻ ഇതുപോലെ ബോൾസ് ആക്കിയിട്ടാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇല്ലേ. ഇത് വെന്ത് കഴിഞ്ഞിട്ടായിട്ടും ഞാൻ ഇതുപോലെ തന്നെ സെയിം പെർഫെക്റ്റ്നെസ് കാണിച്ചു തരാം. ഇത് ഗസ്റ്റുകൾ വരുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ മക്കളുടെ ടിഫിൻ ബോക്സിലേക്കാണെങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ്. ഇതിവിടെ ആവി കയറി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒന്നും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ്, വേവുന്നതിന് മുമ്പും വെന്ത് കഴിഞ്ഞതിന് ശേഷവും സെയിം കളർ തന്നെയാണ് ഉള്ളത്. അതിൻ്റെ കളർ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. കാരണം നമ്മൾ ബനാനാൻ്റെ കളറും യെല്ലോ കളറല്ലേ, അപ്പോൾ അത് യെല്ലോ കളറായിട്ട് തന്നെ നമ്മൾക്കൊരു വ്യത്യസ്തമായ രീതിയിൽ ഒരു കൊഴുക്കട്ട ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇത് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും പഴം ഇപ്പോൾ തന്നെ വീട്ടിലുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നോക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇത്. ഹെൽത്തി സ്നാക്സൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും കഴിച്ചു നോക്കേണ്ട ഒരു റെസിപ്പി കൂടിയാണ് ഈ കൊഴുക്കട്ടൻ്റെത്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നോക്കബേ, എന്നിട്ട് ഫീഡ്ബാക്ക് നമുക്ക് പറയാൻ മറക്കരുത്. പഴുത്ത പഴം വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകും. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.